உம்மிடத்தில் என் ஆத்துமாவை உயர்த்துகிறேன். சங்கீதம் 143:8. For I lift up my soul unto thee. Psalms 143:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த புதிய நாளிலே தேவனாகிய கர்த்தர் நம்மை நினைத்து ஆசீர்வதிக்க விரும்புகிறார். கடந்த நாட்களிலெல்லாம் நம்மை பாதுகாத்து இந்த நாளுக்குள் பிரவேசிக்க நமக்கு இரக்கம் பாராட்டியிருக்கிற தேவாதி தேவனுக்கு ஸ்தோத்திரம் உண்டாவதாக. அவருடைய இரக்கங்களும் அவருடைய தயவும் அவருடைய கிருபையும் நம்மை ஒவ்வொரு நாளும் பின்தொடர்ந்து கொண்டிருக்கிறதினாலே தொடர்ந்து நாம் கர்த்தருக்கு நன்றியுள்ளவர்களாய் இருப்போம். கர்த்தர் நமக்கு சொன்னவைகளை எல்லாம் நிச்சயம் நமக்கு செய்யத்தான் போகிறார். தேவன் செய்ய போகிற அதிசயமான காரியங்களை எதிர்நோக்கி காத்திருப்போம். நம்முடைய நம்பிக்கையிலே விசுவாசத்திலே உறுதியாய் நாம் தரித்திருப்போம். தேவனாகிய கர்த்தர் ஒவ்வொரு நாளும் நம்மோடு பேசும்படியாய் கொடுக்கிற ஒவ்வொரு வார்த்தைகளையும் பற்றி கொள்வோம். ஏனெனில் கர்த்தருடைய ஒவ்வொரு வார்த்தையிலும் ஜீவனுண்டு. அந்த ஜீவனுள்ள வார்த்தைகளை நம்பி காத்திருப்போம். தேவனாகிய கர்த்தர் பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം കൃപ നൽകി നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചതും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവം ഈ പ്രഭാത നിമിഷത്തിൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രഭാതം ഏപ്രിൽ മാസം 16-ാം തീയതി നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സംഭവബഹുലമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായും നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം സ്തോത്രം ഒരു ജനറൽ ഇലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആരെയൊക്കെ എവിടെയൊക്കെ തൊടണം എന്ന് ദൈവം തീരുമാനിച്ച് എല്ലാ വ്യക്തികളെയും തൊടേണ്ടതിന് നമുക്ക് തൃക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശേഷാൽ ദൈവത്തിന് സ്തോത്രം. എല്ലാ വാഴ്ചകളും അധികാരങ്ങളെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരെ വാഴിക്കുകയും വീഴിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദാനിയേൽ പ്രവചനവും മറ്റ് പ്രവചന പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സകലതും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം സമയങ്ങളും കാലങ്ങളും നിയമിച്ച് നിർണയിച്ച് ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം ആ ക്ലോക്കിന് അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവചന പുസ്തകങ്ങൾ പഠിക്കുന്ന ഏതൊരു പഠിതാക്കൾക്കും അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ ഓർത്ത് കടന്നു വരുന്ന തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ഒരു ചിന്തയ്ക്കായിട്ട് ഞാൻ ദൈവത്തിൻ്റെ തിരുവചനം വായിപ്പാൻ താല്പര്യപ്പെടുന്നത് സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ചില വാക്യങ്ങൾ മാത്രമാണ് ചിന്തിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിലൂടെ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ടു, അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ,
അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാൾ മുതൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ ഈ പ്രഭാത ചിന്തയ്ക്കായി വായിപ്പാനിടയായി തീർന്നത്. കഴിഞ്ഞ ദിവസം ദൈവം എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ച ഒരു വാക്യമാണ് ഈ വാക്യം. അതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് ചിലത് നമ്മോട് സംസാരിപ്പാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പ്രൈസ് ദി ലോർഡ് പല പല കാര്യങ്ങൾ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ ഒരു ഉപമ പറഞ്ഞ് കേൾപ്പിച്ച കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 9 മുതൽ നോക്കിയാൽ അവിടെ കാണാൻ കഴിയും. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്. 1-2 ഉപമകളൊക്കെ പറയുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർ ദൈവജനം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു ഉപമ. അതുപോലെ തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെക്കുറിച്ചുള്ളൊരു ഉപമ. അതിനുശേഷമായിട്ട് പ്രൈസ് ദി ലോർഡ് ചില വ്യക്തികൾ ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് ചില വ്യക്തികൾ യേശുവിൻ്റെ അടുക്കലേക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വരികയാണ്. അവരെ യേശുവരെ തൊടണം, അനുഗ്രഹിക്കണം, അവരെ യേശു തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ചില ആൾക്കാർ യേശുവിൻ്റെ അടുക്കലേക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വരാൻ താല്പര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ആ ഉദ്യമത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. ഉടനെ യേശു എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു അവരെ അരികത്ത് വിളിച്ചു. ശിഷ്യന്മാർ പൈതങ്ങളെ തടഞ്ഞു നിർത്തിയെങ്കിൽ, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാതെ കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തിയെങ്കിലും യേശു ആ പൈതങ്ങളെ അരികെ വിളിച്ചു. അവരെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. സ്തോത്രം. എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരെൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. ദൈവത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാൾ മുതൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു അവിടെ പറയാനിടയായി തീർന്ന പ്രസ്താവന. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രേഷ്ഠന്മാരായി തീരണം. അവർ ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹമല്ല. അവരുടെ ചിന്തയിൽ സ്തോത്രം ലോകത്തിൽ വരാനിരിക്കുന്ന മശിഹ എന്ന് ഇസ്രായേൽ ജനങ്ങൾ നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ മിശിഹായാണെന്ന് വിശ്വസിച്ച് ആ പിതാക്കന്മാർ, ആ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ യേശു അനുഗ്രഹിക്കണം, യേശുവിൻ്റെ കരം കൊണ്ട് തൊട്ടവരെ അനുഗ്രഹിക്കണം എന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവർ രക്ഷപ്പെടണം, നന്നായി വരണമെന്നുള്ളത്. അതുകൊണ്ട് ആണ് അവർ യേശുവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുവാൻ തയ്യാറായത്. അവരങ്ങ് അയക്കുന്നത്, അവരെയും കൊണ്ട് വരുന്നത്. ഉടനെ തടസ്സം എന്താണ്? യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന വ്യക്തികളെ തടയുന്നത് ഇവിടെ ശിഷ്യന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഹിതമുള്ളവരെ മാത്രമാണ് അവർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നത് എന്നൊരു ധ്വനി നമുക്കിവിടെ ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് ഒരുപക്ഷെ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് വേണ്ടി ആകാം ശിഷ്യന്മാർ ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരിക്കലും യേശു ക്രിസ്തുവിൽ നിന്ന് ഉപദേശം പ്രാപിച്ച് യേശുവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ദൈവ ശുശ്രൂഷയ്ക്ക് തടസ്സമാകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ശിഷ്യന്മാരാണ് യേശുവിനെ അടുക്കലേക്ക് കുഞ്ഞുങ്ങൾ വരാതിരിക്കാൻ തടഞ്ഞതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണെങ്കിലും യേശു ആ തടസ്സത്തെ മാറ്റി അവരെ ശാസിച്ചു, ശിഷ്യന്മാരെ ശാസിച്ചു. കാരണം യേശുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വരുന്ന തടസ്സമായി സഭയോ ദൈവദാസന്മാരോ ദൈവജനമോ ആയി തീരരുത് എന്നുള്ള ശാസനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് ആരും വരട്ടെ.
പ്രൈസ് ദി ലോർഡ്. അത് വരട്ടെ. അവൻ കടന്നു വരുമ്പോഴാണ് അവൻ സഭയുടെ അംഗമായി തീരുന്നത്, സഭയുടെ ഭാഗമായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരെ ആര് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നാലും ആരെയും യേശു തടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അവരെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പല പല തടസ്സങ്ങൾ അവരവരുടെ സാഹചര്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും യേശു ആരെയും തടയുന്നില്ല എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, യേശു അവരെ അടുക്ക വിളിച്ചു, ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ശിശുക്കളെ അടുക്ക വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെ കരം തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്കത് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. യേശു അവരെ അടുക്ക വിളിച്ചു. എന്നിട്ട് യേശു അവരോട് ഉപദേശിക്കുന്നത് എന്നാണ്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ഇവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഇങ്ങനെ ഈ ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവനാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വ്യക്തമായി യേശു അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. യേശു ഒരു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഒരു ശിശുവിനെ പോലെ എളിമത്വത്തോടെ, നിഷ്കളങ്കതയോടെ, താഴ്മയോടെ, പാപചിന്തയില്ലാതെ പൂർണ്ണമായും ദൈവാശ്രയ ബോധത്തിൽ വേണം യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ എന്നുള്ള ചിന്തയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന വ്യക്തി പൂർണ്ണമായും യാതൊരു സംശയവുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് അർപ്പിച്ച് പ്രൈസ് ദി ലോർഡ് വേണം യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ. തടസ്സമൊന്നുമില്ലാതെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരണം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവർക്ക് കടന്നു വരാൻ തടസ്സങ്ങൾ പലതുണ്ട്. അവർ പലതും പുറകോട്ട് നോക്കുന്നു, ചുറ്റുപാട് നോക്കുന്നു, ജീവിത സാഹചര്യങ്ങളെ നോക്കുന്നു, അവരുടെ പാരമ്പര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ പല ഘടകങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ അവർക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ കഴിയാതെ വണ്ണമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നാൽ, ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ, അവന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ ഭവനത്തിൽ നിന്ന് പല പല പ്രശ്നങ്ങൾ അവനുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് ആ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാതെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. എന്നാൽ അതുപോലെ ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ച് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു ദൈവവചനം നന്നായിട്ട് അനുസരിക്കുന്ന, അംഗീകരിച്ചിരിക്കുന്ന, അനുസരിച്ചു പോരുന്ന ഒരു വ്യക്തി വീണ്ടും ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ സൽഗുണപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞത് ഒറ്റ കോണ്ടക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുക. എന്നാൽ അവൻ ധനവാനാകൊണ്ട് നിരാശപ്പെട്ടു പോയെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു ഭയവും ഈ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരുടെ മുമ്പിൽ യേശു മാത്രമാണുള്ളത്. അവരുടെ പിതാവ് പറഞ്ഞു, മോനെ യേശുവാണ്, ആ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെല്ല്, അവൻ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെയും ഉള്ളിലുണ്ട് ഒരു മെസ്സിഹ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടി, ഹീ ഈസ് ദ ലോർഡ്, ഹീ ഈസ് ദ അനോയിൻറ്റഡ് വൺ, അവനാണ് കർത്താവ്, അവനാണ് അഭിഷക്തൻ, അവനാണ് മെസ്സിഹ എന്ന് മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന അവനെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് വന്നപ്പോൾ ശിശുക്കളോട് പറഞ്ഞു, അവൻ്റെ അടുക്കൽ ചെല്ല്, അവനാണ് മെസ്സിഹ, അവൻ നിന്നെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. മാതാപിതാക്കളുടെ ഉപദേശം കേട്ട്, പ്രൈസ് ദി ലോർഡ്, മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ഒരു ഭയവുമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ യേശുവിൽ ആശ്രയിച്ച് കടന്നു ചെന്നു. ആ കുഞ്ഞുങ്ങളെയാണ് യേശു കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം, ആ ഭയമില്ലാതെ ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് സമീപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കൂടുതലൊന്നും അറിയാൻ കഴിയുന്നില്ല, അവർ ആരാണെന്നറിയാൻ കഴിയുന്നില്ല. എന്നാൽ അവർ സമീപിച്ചത് യേശുവിനെയാണ്. നിഷ്കളങ്കതയോടെയാണ് അവർ യേശുവിനെ സമീപിച്ചത്. അവർക്ക് പുറകോട്ട് നോക്കുവാനൊന്നുമില്ല. അവരുടെ ഉള്ളിലുള്ളത് സ്തോത്രം മാതാപിതാക്കൾ ഉപദേശിച്ച ഉപദേശം മാത്രം. അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക,
ആ ഉപദേശം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് ലോകത്തെക്കുറിച്ച് അവർക്കറിയത്തില്ല, പാപത്തെക്കുറിച്ച് അവർക്കറിയത്തില്ല, മറ്റ് യാതൊരു ചിന്തകളും അവർക്കറിയത്തില്ല, തട്ടിപ്പോ വഞ്ചനയോ അവരുടെ ജീവിതത്തിലില്ല. യാതൊന്നുമില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മലതയോടെയാണ് അവർ യേശുവിനെ സമീപിക്കുന്നത് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവരെ യേശു തൊടുവാനിടയായി. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം എന്താണ്? എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടണം, യേശു എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കരം വയ്ക്കണം. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുക, യേശു തൊട്ടവര്, യേശുവിനെ തൊട്ടവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കുഷ്ഠരോഗിയുടെ അടുക്കൽ കടന്നു ചെന്നു, അവന് കുഷ്ഠരോഗമെന്ന് വിചാരിക്കാതെ യേശു അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കി. അന്ധന് കണ്ണിൽ യേശു മണ്ണെടുത്ത് ചേറ് കുഴച്ച് സ്തോത്രം അവൻ്റെ കണ്ണിൽ പുരട്ടി ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അവൻ കഴുകി അവന് കാഴ്ച പ്രാപിച്ചു. എത്രയോ ജനങ്ങളെ യേശു തൊട്ടു, എത്രയോ രോഗികളെ യേശു തൊട്ട് സൗഖ്യമാക്കി. ഇവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നത്, ചിലർ കടന്നു വന്നു, ചിലരുടെ അടുക്കലേക്ക് യേശു ഇറങ്ങിച്ചെന്നു. അവരുടെ സാഹചര്യത്തിൽ ദൈവം യേശു അവരെ തൊട്ടവരെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ ഇന്ന് പുറകോട്ട് ചിന്തിക്കാതെ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച്, യേശുവിനെ മാത്രം മുന്നിൽ കണ്ട്, ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ ചിന്തയോടെയാണ് യേശുവിനെ സമീപിക്കുന്നതെങ്കിൽ ഭയം ഒട്ടുമില്ലാതെ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ, അവൻ്റെ മുമ്പിൽ യേശു മാത്രമേ ഉള്ളൂ, യേശുവിൻ നിന്നുള്ള വിടുതൽ മാത്രം മതി എന്ന് ചിന്തിച്ചാണ് യേശുവിനെ സമീപിക്കുന്നതെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും യേശു നമ്മെ തൊടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മളും പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട്, പല കുരുക്കുകളിൽ അകപ്പെട്ട് സ്തോത്രം വിടുതലിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ തൻ്റെ അസുഖത്തിന് സൗഖ്യത്തിന് വേണ്ടി പല വൈദ്യന്മാരാൽ ഏറെയൊന്ന് പരീക്ഷിച്ചു, ഏറെ രോഗം മരുന്ന് കഴിച്ചു, ഏറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു ഫലവുമില്ലാതിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഇസ്രായേൽ മുഴുവൻ വിളിച്ചു പറയുന്നു, അവനാണ് മെശിഹ, വരാനിരിക്കുന്ന മെശിഹ, ഞങ്ങളുടെ പ്രത്യാശയാണെന്ന് വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അവൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് യേശു അറിയാതെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം വരുവാനിടയായി. സ്തോത്രം. അഭ്യർത്ഥിമായി എന്ന മനുഷ്യൻ യേശുവേ ദാവീദ് പുത്ര എന്ന് ഉറക്ക നിലവിളിച്ച്, അത്യുച്ചത്തിൽ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ ശിഷ്യന്മാർ അവനെ തടയാൻ ശ്രമിച്ചപ്പോഴും യേശു പറഞ്ഞു അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനിടയായി അവനെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യേശുവിനെ എനിക്ക് കാണണമെന്ന് വിചാരിച്ച് മറ്റുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിവെച്ച ഒരു അത്തിവർഷത്തിൻ്റെ മേളിൽ കയറിയിരിക്കുന്ന സക്കായിയുടെ മുമ്പിൽ യേശു കടന്നു വന്നിട്ട് മേൽപോട്ട് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറയുവാനിടയായി. കാരണം എന്താണ്? നിർമ്മല ഹൃദയത്തോടെ യേശുവിനെ എനിക്ക് കാണണമെന്നുള്ള ആ അതിയായ വാഞ്ചയിൽ നിന്നുകൊണ്ട് താൻ യേശുവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ യേശു അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവനെ വേര് വിളിച്ച് അവനെ താഴെ ഇറക്കി അവൻ്റെ ഭവനത്തിൽ പോയി യേശു പാർക്കുവാനിടയായി. ഇന്ന് ദൈവജനം നമ്മൾ കാണുവാൻ കഴിയുന്നു. ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ, സ്തോത്രം, ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാൻ കഴിയാത്തവൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യുന്നു. ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ്. നമ്മളെങ്ങനെ വേണം യേശുവിനെ സമീപിക്കാൻ, ദൈവരാജ്യത്തെ സമീപിക്കുവാൻ? നമ്മുടെ മുൻപിൽ ദൈവമല്ലാതെ മറ്റൊന്നില്ല. നമ്മുടെ മുമ്പിൽ തടസ്സമായിട്ട് മറ്റൊന്നുമില്ല അവഗണിച്ചുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി പൂർവാധികം ശക്തിയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറായാൽ, ദൈവരാജ്യത്തെ കൈക്കൊള്ളാൻ തയ്യാറായാൽ, നിഷ്കളങ്കതയോടെ കൈക്കൊള്ളാൻ തയ്യാറായാൽ നമുക്കതിൽ പ്രവേശിപ്പാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ സാമ്പത്തിക വിഷയങ്ങളിൽ മേൽ ഭാരപ്പെടുന്നവരായിരിക്കാം നമ്മൾ, നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടവരായിരിക്കാം നമ്മൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ നിമിഷവുമുള്ള ഓരോ പ്രശ്നങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ടും വേദനപ്പെട്ടും ഇരിക്കുന്നവരായിരിക്കാം നമ്മൾ.
സ്തോത്രം. അടുത്ത സ്റ്റെപ്പിൽ എന്തായി തീരും? അടുത്ത സ്കൂൾ അടച്ചിരിക്കുന്നു, സ്കൂൾ അടച്ചു, പുതിയൊരു വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത മാസം ഞങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യം എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നമ്മൾ. പല പല പ്രശ്നത്തിലായിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ യേശുവിൻ്റെ കരം നമ്മളെ ഒന്ന് തൊട്ടാൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്ത യേശുവിൻ്റെ കുഞ്ഞിനെ തൊടണം, യേശു എന്നെ തൊടണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒന്ന് യേശു തൊട്ടാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. അവൻ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ശക്തമായി വ്യാപരിക്കട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന യേശുവിൻ്റെ കരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ തയ്യാറായാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഒരു ശിശു എന്ന പോലെ യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ നമുക്കിന്ന് സ്വീകരിപ്പാൻ ഇടയായി തീരട്ടെ. അവൻ തൊടേണ്ടതിന് അവനാൽ എനിക്ക് തൊടണം, അവൻ എന്നെ തൊടണം, ആ ഒരു വാഞ്ച ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളെ തൊടുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത നിമിഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ പല പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കർത്താവെ, ഈ ഒരു യൂട്യൂബിലൂടെ, ഈ ഒരു മീഡിയയിലൂടെ, ഗോഡ് ഹൂസ് ഈസ് മിനിസ്ട്രിയിലൂടെ കർത്താവെ, ഞങ്ങൾ കർത്താവെ അനേകരെ സന്ധിക്കുന്നു. അനേകർ ദൈവത്തെ സന്ധിക്കുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. അതിന് മുഖാന്തരമായി തീർന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസ് സാറും കർത്താവെ തൻ്റെ കുടുംബവും ഒക്കെ അഭിമുഖീകരിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. ആ വിഷയത്തിന്മേൽ ഇന്ന് യേശുനാഥൻ്റെ കരം നീട്ടി തൊടുമാറാകണമേ. ഞങ്ങൾ സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ പകരണമേ. കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം ഞങ്ങൾക്ക് വരുത്തുമാറാകണമേ. ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ, ഞങ്ങളെ തൊടണമേ. ഇതാ ഞങ്ങളൊരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ ഞങ്ങൾ എതിരേൽക്കുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവ് ഞങ്ങളെ തൊട്ടിരിക്കുന്നതിനായി സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളും ഞങ്ങൾ വിടുവിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവെ, ഞങ്ങൾ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനിടയായി തീർന്ന കേൾവിക്കാരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ തോമസ് സാറിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം നൽകി തന്നു. അവൻ നൽകി തന്ന ദിവസത്തെ അവൻ വളരെ ഫ്രൂട്ട്ഫുള്ളായി നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനിടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. அன்பின் கயிற்றால் என்னை இழுத்தே, அணைக்கும் கரத்தால் என்னை அணைத்தே. அன்பின் கயிற்றால் என்னை இழுத்தே, அணைக்கும் கரத்தால் என்னை அணைத்தே. எதற்குமே உதவாத என்னை தேடி வந்தே, எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். எதற்குமே உதவாத என்னை தேடி வந்தீர். எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். குப்பையிலிருந்தேன் இயேசுவே உந்தன் கரத்தால் தூக்கி எடுத்தீர். குப்பையிலிருந்தேன் இயேசுவே உந்தன்
கரத்தால் தூக்கி எடுத்தீ. உந்தனின் அன்பின் அடையாளமாகவே என்னை நீ நிறுத்தினேன் உலகிற்கு முன்னாலே. உந்தனின் அன்பின் அடையாளமாகவே என்னை நீ நிறுத்தினேன் உலகிற்கு முன்னாலே. எதற்குமே உதவாத என்னை தேடி வந்தீர். எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். எதற்குமே உதவாத என்னை தேடி வந்தீர். எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். முடியாது என்றேன் வார்த்தையை தந்தீர். உம்மீது நம்பிக்கை வைத்தேன். நடக்காது என்றேன் வார்த்தை தந்தீர். உம்மீது நம்பிக்கை வைத்தேன். ஏற்ற காலத்தில் நிறைவேற்றி காண்பித்தேன். உந்தனின் சாட்சியால் என்னை நீர் நிறுத்தினீர். ஏற்ற காலத்தில் நிறைவேற்றி காண்பித்தீர். உந்தனின் சாட்சியால் என்னை நீர் நிறுத்தினீர். எதற்குமே உதவாத என்னை தேடி வந்தீர். எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். எதற்குமே உதவாத என்னை தேடி வந்தீர். எட்டாத உயரத்திலே என்னை கொண்டு வந்தீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். கண்மலையின் மறைவுக்குள்ளாய் என்னை நிறுத்தினீர். கரத்தின் நிழலினாலே என்னை மூடினீர். அன்பின் கயிற்றால் என்னை இழுத்தீர். அணைக்கும் கரத்தால் என்னை அணைத்தீர். அன்பின் கயிற்றால் என்னை இழுத்தீர். அணைக்கும் கரத்தால் என்னை அணைத்தீர்.